ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ. ഇന്നിപ്പം പിള്ളേർക്ക് സ്കൂളിൽ പോകണ്ടായിരുന്നു. അവർക്ക് സ്പോർട്സ് ആയതുകൊണ്ട് 2 പേർക്ക് സ്കൂളിൽ പോകണ്ടായിരുന്നേ. ഞാൻ രാവിലെ ഒരു 5:30 ആയപ്പം എഴുന്നേറ്റു. രാവിലെ അരിയൊക്കെ അടുപ്പയിലിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചൗച്ചവും വാഴക്കായും കൂടെ മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം കടുക് പൊട്ടിച്ചു. സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴറ്റി, പിന്നെ ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്തു. സവാള വല്ലാതെ വഴന്ന് കളറൊന്നും മാറണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന കായും ചൗച്ചവും കൂടെ ചേർത്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുവാണേ. ഇന്നാൾ അയൽക്കൂട്ടത്തിൻ്റെ ഓണക്കിറ്റിൽ കിട്ടിയ കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നേ, അതുകൊണ്ട് കിച്ചടി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വെണ്ടയ്ക്കയൊക്കെ വട്ടത്തിൽ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്ത് കോരിയിട്ട് വേണം അത് കിച്ചടിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേട്ടായി കോഴിക്കുള്ള തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. വെണ്ടയ്ക്ക അരിഞ്ഞതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ, ഒരു നുള്ളു മതി കേട്ടോ, അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഉപ്പ് തിരുമ്മി വെക്കരുത്. ഉപ്പ് തിരുമ്മി വെച്ചാൽ വല്ലാതെ വഴുവഴുപ്പുണ്ടാവും. നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് തിരുമ്മി ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ തേങ്ങായും ഒരു നുള്ളു ജീരകവും കുറച്ച് കടുകും കൂടെ ഒന്ന് അരയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ആദ്യം തേങ്ങായും ജീരകവും പച്ചമുളകും കൂടെ തൈര് ഒഴിച്ചിട്ട് അരയ്ക്കും. അത് കഴിഞ്ഞിട്ട് കേട്ടോ കടുക് ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കുന്നത്. വെണ്ടയ്ക്ക ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഈ വെണ്ടയ്ക്ക എടുത്ത് മാറ്റിയിട്ട് ആ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു. അല്ലെങ്കിൽ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്ത എണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ മതി. അതിലേക്ക് കുറച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചു. കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് ഒന്ന് മൂപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ അരപ്പ് ഒന്ന് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അപ്പം തന്നെ തീ ഓഫാക്കും. ഒന്ന് മിക്സ് ആക്കുന്ന സമയം മാത്രം കേട്ടോ. എന്നിട്ട് അപ്പം തന്നെ തീ ഓഫാക്കിയിട്ടാണ് പിന്നെ വെണ്ടയ്ക്കായും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത്. ഉപ്പ് പോരെങ്കിൽ ഉപ്പിടാം. സദ്യക്കൊക്കെ വിളമ്പാനാണെങ്കിൽ നമ്മൾ സദ്യയൊക്കെ കഴിക്കുന്ന സമയമാകുമ്പം ഈ വെണ്ടയ്ക്ക ചേർത്താൽ മതി കേട്ടോ. അന്നേരം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും. ഒരു ശകലം ഉപ്പും കൂടെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഉപ്പ് പോരായിരുന്നേ, അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, പിന്നെ പുളിയൊക്കെ മതിയൊന്ന് നോക്കാം. അങ്ങനെ എല്ലാം മിക്സാക്കി എടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി കേട്ടോ. എളുപ്പം ആവുമല്ലോ. പിന്നെ രാവിലത്തേക്ക് പുട്ടും പഴവും പിന്നെ കട്ടൻ ചായയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് പുട്ടും പഴമൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് ചോറാട്ടോ രാവിലെ കൊടുത്തത്. തലേദിവസത്തെ കുറച്ച് അയലക്കറി ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ രാവിലെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവൾക്ക് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞു. പിന്നെ കുറേ ദിവസമായി കാട് പറിക്കലൊക്കെ തുടങ്ങിയിട്ട് കുറേശ്ശെ ആയിട്ട് കാടൊക്കെ പറിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ പണിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തുണികൾ അലക്കി കുറച്ച് വിരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ വലിയ വെയിലൊന്നുമില്ല, ഒരു മൂടിക്കെട്ടിയ പോലത്തെ കാലാവസ്ഥയാണ്. നമ്മുടെ അടുത്ത വീടുകളിലെല്ലാം എല്ലായിടത്തും പറ്റുന്നിടത്തെല്ലാം കൊണ്ട് തുണിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് അത്യാവശ്യമുള്ള തുണികളൊക്കെ, നല്ല കട്ടിയുള്ള തുണികളൊക്കെ, യൂണിഫോമും ജീൻസും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ടെറസിൻ്റെ മുകളിൽ കൊണ്ടിടുവാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കുറേ ദിവസമായി നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് മരങ്ങളൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട് കേട്ടോ. കുറച്ച് തുണികളൊക്കെ ഞാൻ വർക്ക് ഏരിയ തന്നെ വിരിച്ചൊക്കെ ഇട്ടു. വെയിലൊന്നും ഇല്ലല്ലോ, എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് അറിയത്തില്ല. പിന്നെ ഇടയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഓടി വരണ്ടേ, അതുകൊണ്ട് പിന്നെ കുറച്ച് താഴെ തന്നെ ഇട്ടു. ടെറസിൻ്റെ മുകളിൽ കയറിയാൽ പിന്നെ ഈ മീനുകളെ ഒന്നും നോക്കാതെ പോകാൻ തോന്നത്തില്ല കേട്ടോ. നമ്മൾ ആദ്യം കൊണ്ട് 2-3 മീനിനൊക്കെ കൊണ്ടിട്ടതാണ്, പക്ഷേ ഇപ്പം ഒരുപാട് മീനുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അവരെയൊക്കെ കുറച്ച് നേരം നോക്കിയൊക്കെ നിന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ പിന്നെ കാട് പറിക്കാൻ വേണ്ടി പോയത്. രാവിലെ ഒന്ന് അടിച്ചു വാരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോഴാണ് തറയൊക്കെ തുടയ്ക്കുന്നത്. അന്നേരം ഒന്നുകൂടെ അടിച്ചു വാരി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ തറയൊക്കെ വേഗം തുടയ്ക്കുക.
പിള്ളേരൊക്കെ വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വൈകുന്നേരം കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും നേരമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് കുറച്ച് ഏത്തപ്പഴമൊക്കെ ഇട്ടിട്ട് പുട്ട് ഉണ്ടാക്കി ട്ടോ. ഒരു ലെയർ കുറച്ച് തേങ്ങായും ഏത്തപ്പഴവും ഇട്ടു. അതിൻ്റെ മുകളിൽ അരിപ്പൊടി പുട്ടുപൊടി നമ്മൾ നനച്ച് വെച്ചേക്കുന്നതൊക്കെ ഇട്ടു. അതിൻ്റെ മുകളിൽ തേങ്ങയും പഴവും അങ്ങനെ മിക്സാക്കി പുട്ടും ഏത്തപ്പഴവും കൂടെ മിക്സാക്കി ആവിയിൽ ആക്കി എടുത്തു ട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. ചേട്ടായി വന്നപ്പോൾ കുറച്ച് പപ്പട ബോളിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.